ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഈ വാക്യം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള അർത്ഥവും പ്രാധാന്യം വഹിക്കുന്ന യേശുവിൻ്റെ ശക്തമായ ഒരു പ്രസ്താവനയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു സുപ്രധാന നിമിഷത്തിലാണ് ഈ വാക്യം വരുന്നത്. ഈ വാക്യത്തിന് തൊട്ടു മുമ്പ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കേസിൽ യേശു ഇടപെട്ട് അവളെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്ന ജനക്കൂട്ടത്തെ വെല്ലുവിളിക്കുകയും നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൃപയുടെയും ക്ഷമയുടെയും പ്രവൃത്തി ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന യേശുവിൻ്റെ പ്രഖ്യാപനത്തിന് ഇവിടെ കളമൊരുങ്ങുകയാണ്. വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും തീം ബൈബിളിൽ ആവർത്തിച്ചുള്ള ഒരു രൂപമാണ്. അത് ആഴത്തിലുള്ള പ്രതീകാത്മക പ്രാധാന്യം വഹിക്കുന്നു. വെളിച്ചം പലപ്പോഴും നീതി, സത്യം, പരിശുദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇരുട്ട് പാപം, അജ്ഞത, ആത്മീയ അന്ധത എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ പാപവും അന്ധകാരവും നിറഞ്ഞ ഒരു ലോകത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും ഉറവിടം താനാണെന്ന് യേശു ധീരമായ അവകാശവാദം ഉന്നയിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ അവനൊരു രൂപകപരമായ പ്രസ്താവനയല്ല ഇവിടെ നടത്തുന്നത്. അഗ്നിസ്തംഭത്തിൻ്റെ രൂപത്തിൽ മരുഭൂമിയിലൂടെ ഇസ്രായേലരെ നയിച്ച ദൈവിക സാന്നിധ്യവുമായി സ്വയം അണിനിരന്ന് അദ്ദേഹം ദൈവത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായി സ്വയം തിരിച്ചറിയുന്നതിലൂടെ എല്ലാ മനുഷ്യരാശിക്കും ആത്മീയ പ്രകാശത്തിൻ്റെ ആത്യന്തിക വഴികാട്ടിയും ഉറവിടവുമായി യേശു സ്വയം സ്ഥാപിക്കുകയാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം പ്രാപിക്കും എന്ന വാക്യത്തിൻ്റെ 2-ാം ഭാഗം യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ പരിവർത്തന ശക്തിയെ കൂടുതൽ ഊന്നി പറയുകയാണ്. അവനെ പിന്തുടരുവാൻ തിരഞ്ഞെടുക്കുന്നവർ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും മോചനം നേടുകയും പകരം ജീവിതത്തിൻ്റെ വെളിച്ചം അനുഭവിക്കുകയും ചെയ്യും. അത് വിവേകവും വിശുദ്ധിയും നിത്യജീവനുമാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ വിശാലമായ സന്ദർഭത്തിൽ യേശുവും അവൻ്റെ കാലത്തെ മത അധികാരികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവും ഉൾപ്പെടുന്നുണ്ട്. സുവിശേഷത്തിൽ ഉടനീളം മതനേതാക്കൾ ആത്മീയമായി അന്ധരും യേശുവിൻ്റെ സന്ദേശത്തോട് എതിർത്തു നിൽക്കുന്നവരുമാണ് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നു. നേരെ മറിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറുള്ളവരെ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സത്യത്തിൻ്റെ വെളിച്ചം അനുഭവിക്കുകയും ചെയ്യുന്നതായും ചിത്രീകരിക്കുന്നു. ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തിന് പുറമെ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെടുന്നത് എങ്ങനെ എന്നതിൻ്റെ പ്രായോഗികമായ സൂചനകളും ഈ വാക്യത്തിനുണ്ട്. യേശുവിനെ അനുഗമിക്കുക എന്നതിനർത്ഥം അവൻ ഉൾക്കൊള്ളുന്ന സത്യത്തോടും നീതിയോടും സ്വയം അണിനിരക്കുക എന്നതാണ്. അതിൻ്റെ അർത്ഥം വെളിച്ചത്തിൽ നടക്കുകയും ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും കൃപയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക. അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചത്തിൻ്റെ വാഹകരാകാനും ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവെക്കുവാനും അവൻ്റെ പഠിപ്പിക്കലുകൾക്ക് മാതൃകയാകുവാനും ഈ വാക്യം ക്രിസ്ത്യാനികളെ വിളിക്കുന്നു. യോഹന്നാൻ 8:12 അത് യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെയും അവനെ അനുഗമിക്കുന്നതിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെക്കുറിച്ചും അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചത്തിൻ്റെ വാഹകരാകാനുള്ള വിശ്വാസികളുടെ ആഹ്വാനത്തെക്കുറിച്ചും സംസാരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിലെ കേന്ദ്ര വിഷയങ്ങളിലൊന്നായി ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിൻ്റെ രൂപകം ഇന്നും വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.